മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ട് ഗൗരവതരമെന്ന് ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ. നിഷ്പക്ഷ അന്വേഷണം ആവശ്യപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. 2020 മുതൽ താൻ ഉന്നയിച്ച ക്രമക്കേടുകളാണ് ഓഡിറ്റ് റിപ്പോർട്ടിലും കണ്ടെത്തിയതെന്ന് എസ് രാജേന്ദ്രൻ വ്യക്തമാക്കുന്നു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ എസ് രാജേന്ദ്രൻ്റെ പടപ്പുറപ്പാടിനുള്ള ഒരുക്കമാണോ? SK അങ്ങനെ തന്നെ പറയാം. ഒരിടവേളയ്ക്ക് ശേഷം എസ് രാജേന്ദ്രൻ വീണ്ടും ശക്തമായിട്ട് CPIM നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. കാരണം ഇതിൽ കഴിഞ്ഞ ദിവസമാണ് മൂന്നാർ സഹകരണ ബാങ്കിനെതിരെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നത്. അതിൽ മാക്സി മൂന്നാർ എന്ന് പറഞ്ഞൊരു കമ്പനി രൂപീകരിച്ച് മൂന്നാർ സഹകരണ ബാങ്ക് ഏകദേശം 60 കോടി രൂപയോളം തട്ടിപ്പ് നടത്തിയെന്നുള്ള ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. അത് പുറത്തു വന്നതിന് ശേഷം പലതരത്തിലുള്ള ന്യായീകരണം CPIMന്റെ ജില്ലാ സെക്രട്ടറി അടക്കം പറയുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും എസ് രാജേന്ദ്രൻ ഇതിൽ വ്യാപക ക്രമക്കേട് നടന്നിട്ടുണ്ട്. 2020 മുതൽ താൻ ഈ മൂന്നാർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള CPIM നേതാക്കളുടെ ക്രമക്കേടിനെ പറ്റി പുറത്തു പറയുന്നതാണ്. ഇതുവരെ അന്വേഷണമൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് CPIM സംസ്ഥാന സെക്രട്ടറിക്ക് എസ് രാജേന്ദ്രൻ കത്ത് നൽകിയിരിക്കുകയാണ്. തോട്ടം തൊഴിലാളികളുടെ പണം അന്യാധീനപ്പെട്ടു പോകാൻ ഇടവരരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. മാത്രമല്ല, ഈ വിഷയത്തിൽ CPIMന്റെ അല്ലെങ്കിൽ ഈ ബാങ്കിന്റെ പ്രസിഡന്റിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. അദ്ദേഹം പറയുന്നത് യാതൊരു തരത്തിലുള്ള ക്രമക്കേടും നടത്തിയിട്ടില്ല. ബാങ്കിന്റെ സുഗമമായ നടത്തിപ്പിനും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഈ കമ്പനി രൂപീകരിച്ചതാണ്. ഒരു തരത്തിലുള്ള ക്രമക്കേടും ഈ ബാങ്കിൽ ഇല്ല എന്നുള്ളത് ബാങ്കിന്റെ ഭാഗത്തു നിന്നും അവർ ന്യായീകരിക്കുന്നുമുണ്ട്. SKN. താങ്ക് യു. രാഹുൽ വിജയൻ തന്നെ മറ്റൊരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. അടിമാലി ചിന്നക്കനാൽ സിംഗണ്ടത്ത് കാട്ടാനാക്രമണം ഉണ്ടായി. ഇന്ന് പുലർച്ചെ ജനവാസ മേഖലയിലെത്തിയ കാട്ടാൻ ഒരു വീടിൻ്റെ പിൻവാതിൽ തകർത്തു എന്നാണ്.